ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റ് പ്രോസസ്സിനെ പറ്റിയാണ്. ടെസ്റ്റ് പ്രോസസ്സിനകത്ത് നടക്കുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് കീ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് പോകുന്നത്. നമുക്ക് ഫെമിലിയർ ആയ ഒരു ടേം ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലേ? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റഡ് ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ആണ് ഓൺ ഹൗ സംതിങ് ഷുഡ് ബി ഡൺ ഓർ മെയ്ഡ്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കാര്യം എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെ പറ്റി വ്യക്തമായ ഗൈഡ് ലൈൻസ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു തരും. നമ്മുടെ സോഫ്റ്റ്വെയർ ഫീൽഡിലും ഇതേപോലെ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് എന്താണ് ചെയ്യുന്നത്? എങ്ങനെ ഒരു ഡെവലപ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് ക്യാരി ഔട്ട് ചെയ്യണം. അപ്പം വിവിധ ഇൻഡസ്ട്രികളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ഒരു ക്വാളിറ്റി ചെക്കിങ്ങോ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ ഒക്കെ നടക്കേണ്ടത് എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് എന്നതിനെ പറ്റി നമുക്കൊരു ഗൈഡ് ലൈൻ തരുന്ന സ്റ്റാൻഡേർഡാണ് ISO/IEC/IEEE 29119-2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്താണ് ടെസ്റ്റിങ്ങിൽ ഇങ്ങനെ ഒരു കോമണാലിറ്റിയുടെ ആവശ്യം, അല്ലെങ്കിൽ ഒരു കോമൺ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചു ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്ന് പഠിച്ചു. അതായത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ പ്രോജക്ട്സ് മാറാം. അതല്ലെങ്കിൽ നമ്മൾ ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമ്മളുടെ ടെസ്റ്റിങ്ങിൻ്റെ നേച്ചർ മാറാം. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾക്കിടയിലും നമുക്ക് എന്ത് വേണം? ഒരു കോമണാലിറ്റി വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അത് ടീം മെമ്പേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്ത് നമ്മുടെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണെങ്കിലും ഒരു കോമൺ ടേം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ കാര്യങ്ങളെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെയാണ് നമ്മളെ സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നത്. ടെസ്റ്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ISO/IEC/IEEE 29119-2 എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ISO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റാൻഡേർഡ്സിനെ ഡെവലപ്പ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് IEC, അത് ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷനാണ്. സോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് IEEE എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ്. ഇതൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് ഫോർ എഞ്ചിനീയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ്, പെർട്ടിക്കുലർലി ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് റിലേറ്റഡ് ഏരിയാസ്. ഇനി ഇവിടെ നമ്മളൊരു ന്യൂമറിക്കൽ ഡേറ്റ കാണുന്നുണ്ട്, 29119-2 എന്നുള്ളത്. ഈ നമ്പർ റെഫർ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ പാർട്ട് ടു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടെസ്റ്റ് പ്രോസസ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഒരു കൺസിസ്റ്റൻസി, എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഒരു കോമൺ ഗൈഡ് ലൈനാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാവുകയും ത്രൂ ഔട്ട് ഏത് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്താലും, ഏത് ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്താലും, ഏത് പ്രോജക്ട്സിന് വേണ്ടിയാണെങ്കിലും, ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണെങ്കിലും, ഏത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനകത്ത് ഒരു കൺസിസ്റ്റൻസി കാണും. അതിൻ്റെ ആ പ്രോസസ്സിന് ഒരു കൺസിസ്റ്റൻസി കാണും. അത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ്. അത് ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് വഴിയിട്ടാണ് ആ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതെ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ട് നമ്മളുടെ ഒരു പ്രോഡക്റ്റ്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്ത് ഡെവലപ്പ് ചെയ്താലും ഒരു സ്റ്റാൻഡേർഡിനെ അഡ്ഹെയർ ചെയ്തുകൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്ട്സിനും ക്വാളിറ്റി ഉണ്ടാവും. സ്റ്റാൻഡേർഡിനെ അഡ്ഹെയർ ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന എന്താണ്,
നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണെങ്കിലും എല്ലാം ക്വാളിറ്റി ഉള്ളതായിട്ട് വരും. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. എഫക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അതായത് ടീം മെമ്പേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തേക്കാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കാണെങ്കിലും എല്ലായിടവും ഒരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള എവിടെയും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ സ്റ്റാൻഡേർഡ്സ് നമ്മളെ സഹായിക്കും. അതേപോലെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സുമായിട്ട് അഡ്ഹെയർ ചെയ്തുകൊണ്ടാണെങ്കിൽ അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മളുടെ വർക്കുകളാണെങ്കിലും നമ്മുടെ സർവീസുകളാണെങ്കിലും ഏറ്റവും മികച്ചതായിരിക്കും. സോ അതൊരു പ്രൊഫഷണലിസമാണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ടെസ്റ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിനകത്തുള്ള മെയിനും അല്ലെങ്കിൽ കോമൺ ആയിട്ടുമുള്ള കീ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അതാണ് അടുത്ത ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് അല്ലേ. എന്തൊരു കാര്യം, ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറയാം. അല്ല, ഏതൊരു കാര്യം നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലാനിങ് നമ്മൾ ആദ്യം ചെയ്യും അല്ലേ. എന്താ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്യാൻ ശ്രമിക്കണം, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മളൊരു പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യും. സോ അതുപോലെ തന്നെയാണ് ടെസ്റ്റ് പ്ലാനിങ്ങിൽ. നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിംഗ് വഴി നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കണം, എപ്പോൾ ഇത് തുടങ്ങണം, എപ്പം ഇത് എൻഡ് ചെയ്യണം, എത്ര ബഡ്ജറ്റിനുള്ളിൽ നമ്മൾ ഈ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്യണം, എന്തൊക്കെ സ്കിൽസുകൾ നമ്മൾ യൂസ് ചെയ്യണം, എന്ത് അപ്രോച്ച് നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കണം, അതായത് നമ്മളിത് മാനുവലി ചെയ്യണോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടൂൾസിൻ്റെ ഹെൽപ്പോടുകൂടി ടെസ്റ്റിംഗ് ചെയ്യണോ, ഇനി അതും അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സായിട്ട് വേണോ ചെയ്യാൻ, അതുപോലെ തന്നെ ആരൊക്കെ ഇൻവോൾവ് ആവണം, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ടെസ്റ്റ് പ്ലാനിങ്ങിൽ പ്ലാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളാണ്. ഇത് ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ നടക്കുന്നത്, നമ്മുടെ ടെസ്റ്റ് ആക്ടിവിറ്റീസ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ടെസ്റ്റ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. ടെസ്റ്റ് കൺട്രോളിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നമ്മളുടെ ബഡ്ജറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പോലെ ഉള്ള ടൂളുകളായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിലും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ടൂളിനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് എക്സീഡ് ആയിപ്പോവും. അവിടെയാണ് കൺട്രോളിങ്ങിൻ്റെ ആവശ്യം വരേണ്ടത്. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യണം, ആക്ടിവിറ്റി കൺട്രോൾ പറ്റില്ല, അങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ചാൽ ഇത് എക്സ്പെൻസീവായിട്ട് പോകും, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താണോ അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ടെസ്റ്റ് കൺട്രോളിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് അനാലിസിസ് ആണ്. ടെസ്റ്റ് അനാലിസിസിൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ടെസ്റ്റേഴ്സ് എപ്പോഴും അനാലിസിസിൻ്റെ സമയത്ത് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഏതൊക്കെയാണ് കണ്ടീഷൻസ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും ഏതൊക്കെ ടെസ്റ്റ് കണ്ടീഷൻസ് ആണ് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് അനാലിസിസ് ഫേസിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അടുത്ത ആക്ടിവിറ്റിയാണ് ടെസ്റ്റ് ഡിസൈൻ. അപ്പോൾ ടെസ്റ്റ് ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ ഓരോ ടെസ്റ്റ് കണ്ടീഷൻസിനെയും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കേസസിനെ ഡെവലപ്പ് ചെയ്യും. ടെസ്റ്റ് കേസസിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡേറ്റ എന്താണെന്ന് നമ്മൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടിയ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും.
ഇനി നമുക്ക് ടെസ്റ്റ് ഡേറ്റ തയ്യാറാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ സാമ്പിൾ ഡേറ്റ സെറ്റ് കാണും, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ടെസ്റ്റ് ഡേറ്റാനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ഡേറ്റയായി നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് എൻവയോൺമെൻറ്റിനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾക്ക് ഈ ഒരു ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ടൂൾസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ടെസ്റ്റ് ഡിസൈൻ്റെ സമയത്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളിപ്പം ടെസ്റ്റ് കേസുകൾ വരെ നമ്മളെല്ലാം റെഡിയാക്കി നിർത്തിയേക്കും. ഇനി ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് നമുക്ക് ഈ ടെസ്റ്റ് കേസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, അതായത് കോഡുകൾ തയ്യാറാക്കി വെക്കണം. ഇപ്പം നമ്മൾ ഓട്ടോമേഷൻ ടൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കോഡ് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. പിന്നെ അതല്ല മാനുവൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ ആ സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളും തയ്യാറാക്കി വെക്കുന്നു. പിന്നെ അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസിനെ നമുക്ക് കളക്ട് ചെയ്ത് ടെസ്റ്റ് സ്വീറ്റ്സ് ആക്കി വെക്കാം. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് ഡേറ്റായെ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം ഈ എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് ലോഡ് ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടി നമുക്കെല്ലാം തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് എക്സിക്യൂഷനാണ്. ഇനിയിപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യുന്നത്. അത് മാനുവലി ചെയ്യാം, അതല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് ടെസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്നു. അപ്പം നമുക്ക് കുറേ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ആവും. ഈ റിസൾട്ട്സിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എറർ എന്തെങ്കിലും ഡിഫക്റ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്താണ് ഡിഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? നമുക്ക് കിട്ടുന്ന ഒറിജിനൽ റിസൾട്ടും നമ്മൾ കരുതിയിരുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു ഡിഫക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനെയാണ് നമ്മളൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യും, നമ്മൾ റിസൾട്ട്സിനെ റെക്കോർഡ് ചെയ്യും. പിന്നെ അനോമലീസ് എന്ന് പറയുമ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ വരുന്നതിനെ അതിനെ നമ്മൾ അനലൈസ് ചെയ്യും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ബിഹേവിയറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് വെക്കും. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടെസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ഇപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് കിട്ടിയ ടെസ്റ്റ് റിസൾട്ട്സിനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളുടെ ടീം മെമ്പേഴ്സുമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് നമ്മളുടെ ടെസ്റ്റ് റിസൾട്ട്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയ ഡിഫക്ട്സിനെ നമ്മൾ കറക്റ്റായിട്ട് ലോഗ് ചെയ്യുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡിഫക്റ്റിനെ സോൾവ് ആകുന്നിടം വരെ. ഡിഫക്റ്റ് ലോഗ് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഡിഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട്സിനകത്ത് മെയിനായിട്ടും കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഡിഫക്റ്റിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കാണും. അതുപോലെ തന്നെ ആ ഡിഫക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്തപ്പോഴാണോ ആ ഡിഫക്റ്റ്, നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പുകൾ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണോ ആ ഡിഫക്റ്റ് കണ്ടത്, അതേ സ്റ്റെപ്സ് തന്നെ നമ്മൾ എഴുതി കൊടുക്കും ആ റിപ്പോർട്ടിനകത്ത്. അപ്പം ഈ സെയിം സ്റ്റെപ്പ് ഡെവലപ്പർക്ക് ഈ ഡിഫക്റ്റ് അസൈൻ ആവുമ്പം പുള്ളി അത് ചെയ്ത് നോക്കിയിട്ട് ആ ഡിഫക്റ്റിനെ കാണും. എന്നിട്ടാണ് അദ്ദേഹം അതിൻ്റെ റൂട്ട് കോസും മറ്റു കാര്യങ്ങളും അനലൈസ് ചെയ്ത് ആ ഡിഫക്റ്റിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ് ഇത് ഏത് എൻവയോൺമെൻറ്റിലാണ് ഈ പർട്ടിക്കുലർ ഡിഫക്റ്റിനെ നമ്മൾ കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ ഡിഫക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ലോഗ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ടെസ്റ്റ് കംപ്ലീഷനാണ്. ആ ടെസ്റ്റ് കംപ്ലീഷൻ്റെ സമയത്ത് നമ്മൾ ടെസ്റ്റ് റിസൾട്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യും, ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കും. എന്തിനാണ് നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മളിപ്പം ഒരു പ്രോജക്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സുകൾ നമ്മൾ തയ്യാറാക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഭാവിയിൽ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇത്തരം ഒരു സിനാരിയോയിൽ നമ്മൾ വന്നാൽ അന്ന് നമ്മൾ എന്താ ചെയ്തിരുന്നതെന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട്സ് ഒക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ ആർക്കൈവിങ് ടെസ്റ്റ് വെയർസ് എന്ന് പറഞ്ഞാൽ, ടെസ്റ്റ് വെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ടെസ്റ്റ് ആക്ടിവിറ്റി കഴിയുമ്പോഴും നമ്മൾ ഓരോ ഔട്ട്പുട്ട് ഡോക്യുമെൻറ്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത്തരം ഫൈൻഡിങ്സിൻ്റെ റിപ്പോർട്ടുകളാവാം, ഡിഫക്റ്റ് റിപ്പോർട്ട്സുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രേസബിലിറ്റി റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റുകളും നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സുകളും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. അപ്പം ഇതാണ് ടെസ്റ്റ് വെയർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ടെസ്റ്റ് വെയറുകളെ നമ്മൾ സ്റ്റോർ ചെയ്യുകയും നമ്മളതിനെ സൂക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഏരിയാസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ ഇത് റിസ്കുകൾ എന്തൊക്കെയാണ് ഇവിടെ വന്നത്, അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് മറ്റൊരു പ്രോജക്റ്റിൽ ഇത് ഇങ്ങനൊരു റിസ്ക് വരാതെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാനും നമുക്ക് സാധിക്കും. അപ്പം ഇതെല്ലാമാണ് ടെസ്റ്റ് കംപ്ലീഷൻ്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ റിക്വയർമെൻറ്റ്സിനെ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ട്രേസബിലിറ്റി എന്ന് പറയുന്നത്? ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് നമ്മുടെ ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫൈനൽ സ്റ്റേജിലും നമ്മൾ ഉറപ്പാക്കണം. കസ്റ്റമർ പറഞ്ഞ ഓരോ റിക്വയർമെൻറ്റിനെയും നമ്മൾ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിക്വയർമെൻറ്റിൽ വരുന്ന എല്ലാ ടെസ്റ്റ് കണ്ടീഷൻസിനെയും, ആ ടെസ്റ്റ് കണ്ടീഷൻസിനെ വെരിഫൈ ചെയ്യാനെടുത്ത എല്ലാ ടെസ്റ്റ് കേസസിനെയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. അതിനെയാണ് ഈ ട്രേസബിലിറ്റി എന്ന് പറയുന്നത്. അതൊരു കൺസിഡറേഷനാണ് ടെസ്റ്റിങ്ങിൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം ടെസ്റ്റിങ്ങിൽ പറ്റില്ല. അത് ഒരു ടെസ്റ്റിങ്ങിനെ ഫെയിലർ ആക്കും. അപ്പം കസ്റ്റമറിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ പെർസീവ് ചെയ്യണം. ആ ഐഡിയാസ് കറക്റ്റായിട്ട് ഡെവലപ്പർ അല്ലെങ്കിൽ അത് നമ്മളുടെ തുടക്കം മുതൽ, അതായത് ഒരു കസ്റ്റമറിൽ നിന്ന് നമ്മൾ റിക്വയർമെൻറ്റിനെ ഗ്യാദർ ചെയ്യുന്ന സമയം മുതലേ ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അത് ഒരു സക്സസ്ഫുൾ ടെസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. ഓക്കെ, അതായത് കസ്റ്റമറിൽ നിന്നും നമ്മൾ എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും നമ്മൾ പെർസീവ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് സെൻസിൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് സൊല്യൂഷൻ ആർക്കിടെക്ട്സിനാണെങ്കിലും സിസ്റ്റം ആർക്കിടെക്ട്സിനാണെങ്കിലും ഡിസൈനേഴ്സിന്, ഡെവലപ്പേഴ്സിന് എല്ലാം അത് കറക്റ്റ് വേയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്ററിൻ്റെ കയ്യിലോട്ട് തരാൻ പറ്റുള്ളൂ. അത് ടെസ്റ്ററിൻ്റെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ സിൻസിയറായിട്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്യുകയും അതും കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ തന്നെ നിന്ന് നമ്മളുടെ ആ ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത സിസ്റ്റത്തിനെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പരമാവധി ഡിഫക്റ്റുകളെയും കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇതെല്ലാം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആ ടീം മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടും നടന്നിരിക്കണം. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ മസ്റ്റ് ഫോർ എ സക്സസ്ഫുൾ ടെസ്റ്റിംഗ്. ഇനി അടുത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്സിനെ നമ്മൾ ഈ ഒരു ടെസ്റ്റിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ റിവ്യൂ ചെയ്യുകയും അതിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പ്രോഗ്രസ് നമ്മളുടെ ആക്ടിവിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതെല്ലാം ഈ ഒരു 3 കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺസേൺസ് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.